എന്നാ പറയാനാ, ആവശ്യക്കാരൻ ഇരിക്കപ്പുറതില്ലല്ല. കാലത്തെ മുതൽ കാത്തിരിക്കുന്ന ദേ ഇതാ ബേസ്മെന്റ്. 9000 സ്ക്വയർ ഫീറ്റ്, AC ഹാള്, 9 AC റൂം, AC ഡൈനിങ് ഹാൾ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അപ്പോഴാ ഇദ്ദേഹം ഏതായാലും ഭാഗ്യമായെന്ന് കരുതിക്കോളൂ. റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ടിന്റെ കോപ്പി SI കാണിച്ചു തന്നു. കൂടെ യാത്ര ചെയ്ത ആളെയും കണ്ടു. എന്നാലും ഈ മേനോ സാർ കാണിച്ചത് കുറച്ച് കടുപ്പായി. എന്തെങ്കിലും ഒരു വിവരം അറിയിച്ചിരുന്നെങ്കിൽ. അല്ല, അതിപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല എന്നും കൂട്ടാം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാലോചിക്കണം. ചിലപ്പോ ബോംബെ വരെ പോകേണ്ടി വരും. അത് നമ്മൾ പോണോ അതോ പോലീസ് പോണോ എന്നൊക്കെ അന്വേഷിക്കണം. എന്നാ കാര്യമാ? ഒന്നുമില്ല. അല്ല, പോലീസ് എന്ന് കേട്ടപ്പോ വല്ല മോഷണ കേസുവാ? അല്ലല്ല, ഇവരുടെ അച്ഛൻ ഒരു ദിവസം ആരോടും പറയാതെ ഒരു പോക്കങ്ങ് പോയി ബോംബെക്ക്. അത്രേ ഉള്ളൂ? വല്ല തീർത്ഥാടനവും പോയതായിരിക്കുന്നേ. എന്നാലും വീട്ടിൽ പറഞ്ഞിട്ട് പോകാലോ. അതേ, പറഞ്ഞിട്ട് പോയാ യാത്രയുടെ ഫലം കുറഞ്ഞു പോകുമെന്ന് ചില ഹിന്ദുക്കൾ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മൂത്ത ചേട്ടത്തിലെ കെട്ടിയോൻ 70-ാം വയസ്സിൽ ഇതുപോലൊരു പോക്ക് പോയതാ. എന്നാ ചെയ്യാനാ? നാടായ നാടൊക്കെ തിരക്കി, എവിടെ ആളില്ല. ഒടുക്കം 3 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ദാ കയറി വരുന്നു. ആ പോക്ക് എവിടെ വരെ പോയെന്നാ? അങ്ങ് വത്തിക്കാൻ വരെ. പാസ്പോർട്ട് ഉണ്ടോ, വിസയുണ്ടോ? ഇല്ല. എന്നാലും അങ്ങേര് എങ്ങനെയോ പോയി വന്നു. ചിലരങ്ങനെ ഭക്തി മൂത്ത ഭ്രാന്താവും. മേനോ സാറിന് അങ്ങനെയുള്ള ഭ്രാന്തുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പറയാതെ പോകുന്ന ഒരു ഭ്രാന്തല്ലേ. അങ്ങേരുടെ പുറകിനോടുന്ന എന്നാത്തിനാ? കുറെ കാശ് കളയാ, അല്ലാതെ യാതൊരു വിശേഷവും ഇല്ല. ചിലപ്പോ നാളെ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ്, അതുമല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോ അങ്ങേര് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പോയതുപോലെ തിരിച്ചു വരും. അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റില്ല. കുട്ടികളോട് ഒറ്റയ്ക്കാണേ. അപ്പൊ പിന്നെ എന്നാ ചെയ്യാൻ പോവാ? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇതൊക്കെ കൊണ്ടാ ഞാൻ അന്നേ താങ്കളോട് പറഞ്ഞത് ഉടനെ ഈ പണി ഏറ്റെടുക്കാൻ പറ്റില്ല. ആലോചിക്കാവുന്നല്ലേ എന്ന് പറഞ്ഞത്? അതെ, പക്ഷെ ഇതാണ് പ്രശ്നം. ഇവരെ സഹായിക്കാൻ മറ്റേ ആരുമില്ല. മുഷിയരുത്, വേറെ വല്ലവരും നോക്കോളൂ. എന്താ ആരെയും കാണുന്നില്ലല്ലോ? എല്ലാവരും പോയി. പോയോ? പുതിയ എഞ്ചിനീയർ വന്നിരുന്നു. നമ്മുടെ മിക്സ് ചെയ്ത കോൺക്രീറ്റിന്റെ സാമ്പിൾ എടുത്തോണ്ട് പോയി. അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ പണി നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക. 8-10 വർഷമായി ഞാൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്റെ വർക്കിനെ പറ്റി ഒരു റിമാർക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വേണ്ടായിരുന്നു സാർ. ഞാനിപ്പോ മുള്ളുമല നിൽക്കുന്നത്. സാറിനറിയോ, ഇല്ലാത്ത പലിശയ്ക്ക് അണമായിട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഐ ആം ഹെൽപ്ലെസ്. എന്റെ സുപ്പീരിയർ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏത് സുപ്പീരിയർ? സൂപ്രണ്ടിങ് എഞ്ചിനീയറോ? ഞാൻ ആ മനുഷ്യനോട് ഒരു അപരാധം ചെയ്തിട്ടില്ല. കാണേണ്ട രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുകളിലുള്ള കരുതിക്കുന്നതാവും. ഏതായാലും റിസൾട്ട് വരുന്നവരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. സാമ്പിൾ എടുത്തത് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലെന്ന് തെളിഞ്ഞാ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ വെറും ഓരോ കാരണങ്ങൾ മാത്രല്ലേ. അധികാരത്തിലിരിക്കുന്നവർക്ക് നമ്മളെ പോലുള്ള പാവങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യണം. ബാങ്ക് ലോണൊക്കെ ഒരുപാടുള്ളതല്ലേ. സൂപ്രണ്ടിങ് എഞ്ചിനീയറെ കണ്ടിട്ട് ശരിയായില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി ഓരോരുത്തരുടെയും തിന്നതിറങ്ങണം. പാട് തന്നെ. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ടാ. ഇവിടെ താമസിച്ചിട്ട് ഞങ്ങളുടെ കഷ്ടകാലം അങ്ങോട്ട് പകർന്നതാവും. ചേച്ചേ, എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? അല്ല, ശാപം കിട്ടിയ ജന്മോ ഞങ്ങളുടേത്. ചെറുപ്പത്തിൽ തന്നെ അമ്മ പോയി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ മുത്തശ്ശൻ പോയി. അച്ഛനും എവിടെയാണെന്നറിയില്ല. അടുപ്പമുള്ളവർക്കെല്ലാം വേദനിക്കാനേ നേരുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? ഇത് ഞങ്ങള് കോൺട്രാക്ടർമാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാ. ആദ്യം ആയതുകൊണ്ട് എനിക്ക് അല്പം ഷോക്കായി പോയെന്ന് മാത്രം. അതൊക്കെ ഞാനിപ്പോ ശരിയാക്കൂലേ? നല്ല ധൈര്യമുള്ള ആളാണെന്നാ ഞാൻ വിചാരിച്ചേ. കംപ്ലീറ്റ് കളഞ്ഞു. ചെല്ലട്ടെ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ, ബാലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. കഴിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യ. പിന്നെ ഒരാള് വീട്ടിൽ വന്നിട്ട് പോകുമ്പോ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാൻ പാടില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ സംഭവം? എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഇരുട്ടിന്ന് 2 പേരുടെ നേരെ ചാടി വീണു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആകെ പേടിയാവുക. ഹേയ്, അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ? മുറിയോ വല്ലതും പറ്റിയോ? സാരമില്ല. നിങ്ങൾ പോയിക്കോ, ഒന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. ഇതൊക്കെ ആരാന്നാ മനസ്സിലാവാത്തത്? ഈ ലോകം നിറച്ച് ദുഷ്ടന്മാരല്ലേ. എന്നാലും എന്നെ ഒരു എത്തും പിടി കിട്ടുന്നില്ല. നേരം വൈകി പോയി കിടന്നോളൂ.
ശേഖരമേനോന്റെ തിരോധാനത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം കറക്റ്റ് റൂട്ടിലാണ് നീങ്ങുന്നത് എന്നതിന്റെ തെളിവാണിത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രമാദേവി മർഡർ കേസിൽ ഡിവൈഎസ്പിയുടെ നിഗമനങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയാണെന്ന് അയാൾ വാദിച്ചു. ദെൻ ഗോ ഹെഡ് വിത്ത് യുവർ ഇഡിയോട്ടിക് ബുൾഷിറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്നായി ഞാൻ. പിന്നീട് ഞാനാണ് ശരിയെന്ന് തെളിഞ്ഞെങ്കിലും മേലധികാരിയോട് മോശമായി സംസാരിച്ചതിന് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. 2 വാക്കുകൾ, ഇഡിയോട്ടിക്, ബുൾഷിറ്റ്. ഞാനത് പിൻവലിക്കണം. എനിക്ക് മനസ്സില്ല. അതുപോലെ ഹരി എന്നോട് പറഞ്ഞതൊന്നും പിൻവലിക്കണ്ട. കാരണം ഹരി എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ടാ പൂനെയിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് ടിയുടെ ചാർട്ടിന്റെ കോപ്പി വരുത്താൻ എനിക്ക് കഴിഞ്ഞത്. ഇതാ നോക്കൂ. കുർള എക്സ്പ്രസ്, സെപ്റ്റംബർ 13, ട്രെയിൻ നമ്പർ 6636, 3 ടയർ, സീറ്റ് നമ്പർ 21, കുറ്റിപ്പുറം ടു ബോംബെ. പി ശേഖരമേനോൻ, എൻഷെ. എൻഷെ എന്ന് വെച്ചാൽ നോട്ട് ജോയിന്റ് എന്ന് വെച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത് സത്യം. പക്ഷെ മേനോൻ അതിൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളത് അതിലും വലിയ സത്യം. അപ്പൊ ഹമീദ് പറഞ്ഞത് ഒരു നുണ സത്യമാക്കാൻ പുറകിലാരോ ചരട് വലിക്കുന്നുണ്ടെന്നർത്ഥം. ഇന്നിപ്പോ ഇരുട്ടിന്ന് നിന്റെ മേലെ ചാടി വീണവരുടെ പുറകിലും മറ്റാരുമല്ല. ഹലോ, സഫർ ട്രാവൽസ്, ഗുഡ് മോർണിംഗ്. അത് ഞാൻ ഹമീദാണ്. ഗ്രൂപ്പ് ടിക്കറ്റോ? പിന്നെന്താ, എന്നത്തേക്കാ വേണ്ടേ? ശരി, ഞാൻ ആളെ അങ്ങോട്ട് അയക്കാം. അല്ല, ഞാനിവിടുന്ന് ഫ്രീ ആകുമ്പോൾ രാത്രിയാവും. 8:30 ഓഫീസ് ക്ലോസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തന്നെ വരാം. ഓക്കെ, ബൈ. വരണം. ഫോൺ ചെയ്തത് ഞാനാണ്. ക്ലബിന്റെ മീറ്റിംഗ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസിലോട്ട് വരാൻ കഴിയാതിരുന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എത്ര പേർക്കാ ടിക്കറ്റ് വേണ്ടത്? അത് പറയാം. അതിനു മുമ്പ് ചെറിയൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അതായത് പൂനെന്ന് ടിയുടെ ചാർട്ട് വരുത്തി. ശേഖരമേനോൻ നോട്ട് ജോയിന്റ്. അപ്പൊ പിന്നെ ഏത് ശേഖരമേനോന്റെ കൂടെയാ ഹമീദ് എന്ന് യാത്ര ചെയ്തത്? എന്താ ഇൻസ്പെക്ടറെ നിങ്ങൾ ഈ പോലീസ് മുറിയിൽ വളച്ചുകെട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അല്ലാതെ ഹമീദ് പറയുമല്ലോ. പറയാം. ഇത് യാത്ര ചെയ്യാത്ത മേനോന്റെ പേരിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആരാ? കൂടെ യാത്ര ചെയ്തതെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാരാ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തിനാ ഇടിയും കുത്തുമൊക്കെ? ചിലപ്പോ പ്രലോഭനം കൊണ്ടാവാം, അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടാവാം. ഒരു നുണ പറഞ്ഞുപോയി. ഇടിക്കാതെ തന്നെ ഹമീദ് സത്യം പറയുമല്ലോ. ഹമീദിനെ അറസ്റ്റ് ചെയ്താൽ അത് വാർത്തയാകും. അപ്പൊ അവന്റെ പിന്നിലെ ശക്തികൾ ഒന്നുകിൽ അവനെ ജാമ്യത്തിലിറക്കും, അല്ലെങ്കിൽ അവനെ തന്നെ ഉന്മൂലനം ചെയ്തൊന്നും വരും. അതുകൊണ്ട് അവനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. സർ, അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് മാത്യൂസേ. ഇടിച്ച് പദം വരുത്തിയിട്ടും അവൻ വിട്ടൊന്നും പറഞ്ഞില്ല. എപ്പോഴും ഒരിക്കൽ ബോധത്തിന്റെ അബോധാവസ്ഥയുടെ ഇടയ്ക്ക് KRK സാർ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുകയാണ് എന്നവൻ അവ്യക്തമായിട്ട് പറഞ്ഞു. ആരാണ് KRK? അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? KRK അതിപ്പോ വെറും 3 അക്ഷരല്ലേ ഉള്ളൂ. KR കണ്ണൻ, K രാമകൃഷ്ണൻ, അങ്ങനെ ആരോ. സാർ, പിന്നെ സർക്കാരിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വലിയ പിടിപാടുള്ള ഒരു KRK കുറിച്ച് സാർ കേട്ടിട്ടില്ലേ? KRK ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഉടമ, ഉന്നതൻ, വ്യവസായ പ്രമുഖൻ. അതെ, പക്ഷേ അയാളും ശേഖരമേനോനും തമ്മിൽ ഏതെങ്കിലും ഒരു സാധാ KRKക്ക് ശേഖരമേനോട് വിരോധം തോന്നുന്ന കാര്യമുണ്ട്? ശരിയാണ്. അവിഹിത മാർഗത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ സർക്കാരിന്റെയും ബ്യൂറോക്രസിയുടെയും കൂട്ടുകാരനാകാൻ ശ്രമിക്കുക. KRK. മിസ്റ്റർ KRK അകത്തുണ്ടോ? ആണ്. ഞാനൊന്ന് പുറത്തു പോകാൻ തുടങ്ങിയാണ്. ഒരു 4 മണി കഴിഞ്ഞൊന്ന് വിളിക്കൂ. ജോണിക്കുട്ടി വരും. വൈകിട്ട് 5 മണി കഴിയും. വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച കണ്ടാൽ മതി എന്ന് പറയണം. യെസ് സാർ. മറ്റേ നമ്പറിൽ ആരെങ്കിലും വിളിച്ചാൽ ഡീറ്റെയിൽസ് എഴുതി വെച്ചാൽ മതി. യെസ് സാർ. പോയതാരാ മനസ്സിലായില്ലേ? അതാണ് ഞങ്ങളുടെ MD. നിങ്ങൾ നേരത്തെ അന്വേഷിച്ചില്ലേ? KRK. എന്താ നിനക്ക് അയാളെ പരിചയമുണ്ടോ? പക്ഷെ KRK ആയിട്ടല്ല, മറ്റൊരു പേര്. കുഞ്ഞച്ചന്റെ വരവിന്റെ ഉദ്ദേശം ഇപ്പോഴാണ് ശരിക്കും വ്യക്തമാവുന്നത്. എന്തായി?
കണ്ടു. ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കൗശലക്കാരാണ് KRK. ഹമീദ് കൂടുതൽ എന്തെങ്കിലും? വലിയൊരു ചങ്ങലയിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഹമീദ്. ആ കണ്ണിയിലൂടെ ഞാനൊന്ന് പോയി നോക്കി, ശേഖരമേനോന്റെ ഇൻകം ടാക്സ് ഓഫീസ് വരെ. അവിടെ അയാളുടെ കീഴ്ജീവനക്കാരനായിരുന്ന KR കുട്ടിക്കൃഷ്ണൻ ഇന്നത്തെ KRK. അങ്ങേയറ്റം കറപ്റ്റഡ് ആയിരുന്ന KRKക്ക് ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആളാണ് ശേഖരമേനോൻ. ആ കുടിപ്പക എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. ശേഖരമേനോൻ മരിച്ചു. കൊന്നത് KRK, അല്ലെങ്കിൽ അവന്റെ ആളുകൾ. ചേച്ചി ഇരിക്കൂ കേട്ടോ. ഞാൻ കണ്ടില്ല. എനിക്ക് ദേവിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വാ. എന്താണ്? ഈ ദിവസങ്ങൾക്കിടയിൽ ഞാൻ കുറേയൊക്കെ ദേവിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രായത്തെക്കാൾ കവിഞ്ഞ പക്വതയുണ്ട് ദേവിക്ക്. മാണുവിന്റെയും ഗോപികയുടെയും അമ്മയെ പോലെ ദേവി ഇപ്പം. അവർക്ക് ധൈര്യം കൊടുക്കാനും ദേവിക്ക് കഴിയൂ. അല്ലെങ്കിൽ അതിന് കഴിയണം. ആദ്യത്തെ ഞെട്ടൽ, പിന്നെന്തായ ആശ്വാസം, പിന്നെ വീണ്ടും ആകപ്പാടെ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഭ്രാന്ത് വന്നു പോകാവുന്ന സന്ദർഭം. പക്ഷേ തളരരുത്. അനുജത്തിമാരെ കുറിച്ച് ഓർത്തെങ്കിലും തളരാൻ പാടില്ല. എന്താണെങ്കിലും പറയൂ. അത് നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. അച്ഛൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കരയരുത്. ധൈര്യം സംഭരിച്ചേ പറ്റൂ. അങ്ങനെ പറയരുത്. ആരുമില്ല എന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. കരയരുത്, കരയരുത്, കരയരുത്. ഹലോ, മിസ്റ്റർ കുഞ്ഞച്ചനെ ഒന്ന് കിട്ടുമോ? ഞാൻ കോൺട്രാക്ടർ ഹരീന്ദ്രനാണ്. ആ കൺട്രാക്ടാണോ? ഇത് കുഞ്ഞച്ചൻ തന്നെയാ. അതെ കുഞ്ഞച്ച, ഞാനിവിടെ PWDയുടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലേ, അത് നിന്നുപോയി. അതുകൊണ്ട് കുറച്ച് സമയം ബാക്കിയുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിന്റെ കാര്യം വേണമെങ്കിലും നോക്കാം. എന്ത് ഈശോയെ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഇന്നെങ്കിൽ ഇന്ന് വർക്ക് തുടങ്ങാൻ കുഞ്ഞച്ചൻ റെഡിയാ. കുഞ്ഞച്ചനൊന്ന് വന്നാൽ നമുക്ക് അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. എവിടെ വരണമെന്ന് പറ. വർക്ക് സൈറ്റ് വന്നാൽ മതി. കണ്ടേക്കേ. ആദ്യം ഞാനൊന്ന് സംശയിച്ചു, വരാൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നെ അല്ലേന്ന്. ഫോണിൽ കൺട്രാക്ട് വിളിച്ചപ്പോ മനസ്സൊന്ന് കുളിർത്തേ. തോമസ് കുട്ടിച്ചാനെ അപ്പൊ തന്നെ IST വിളിച്ച് പറയുകയും ചെയ്തു. ആ ഇനി കുഞ്ഞച്ചൻ എന്നാ ചെയ്യണ്ടേ? അത് കുഞ്ഞച്ച, ആ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നതാ? ഇന്നലെ ഇവിടെ ഒരു മുതലാളി കയറി വന്നു. മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണച്ചാക്ക്. അയക്കം പണിയുന്ന ഒരു കല്യാണ മണ്ഡപം. കുഞ്ഞച്ചൻ കൊണ്ടുവന്ന അതേ പ്ലാൻ. കുഞ്ഞച്ചൻ ഒരു പക്ഷെ കേട്ട് കാണും. ഒരു KRK ഫുഡ് പ്രോഡക്റ്റ്, എക്സ്പോർട്സ്, ജുവലറീസ്, പ്ലാന്റേഷൻസ്, അങ്ങനെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ. സാക്ഷാൽ KR കുട്ടിക്കൃഷ്ണൻ.
അയാൾക്കും ഇതേ മുഖം, ഇതേ സ്വരം. എടാ കുട്ടികൃഷ്ണ, താൻ എന്താ വിചാരിച്ചേ? തനിക്ക് മാത്രമേ ബുദ്ധിയും സൂത്രങ്ങളും ഉപയോഗിക്കാൻ കഴിയുള്ളൂ. വലിയൊരു പ്രോജക്റ്റ് എടുത്ത് എന്റെ മുമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റെല്ലാം വിട്ടിട്ട് ഞാൻ എന്റെ പിന്നാലെ പായുന്നോ? കുഞ്ഞച്ചനായി വന്ന് രഹസ്യങ്ങൾ അറിയാനും ഗുണ്ടകളെ വിട്ട് എന്നെ തല്ലിക്കാനും സ്വാധീനം ഉപയോഗിച്ച് എന്റെ വർക്ക് തടസ്സപ്പെടുത്താനും മാത്രമേ തനിക്ക് കഴിയൂ. ഇത് കണ്ടോ, ഇന്നത്തെ ഡേറ്റിലുള്ള ടിക്കറ്റാ. നീ ശേഖരമെന്നൊരു ടിക്കറ്റ് എടുത്ത് മോമയ്ക്കല്ലേ? ഞാൻ കുറച്ചുകൂടെ ആവശ്യമായി. ഇത് ഡൽഹിക്കാ, അതും AC സ്ലീപ്പറിൽ. നന്നായി തണുത്ത് സുഖിച്ചങ്ങ് പോവാ. പേടിക്കണ്ട, കൂടെ രണ്ടുപേരൂടെ ഉണ്ട്. ഇത് അവർക്കുള്ള ടിക്കറ്റാ. സാക്ഷി പറയാൻ നീ ഒരാളെയല്ലേ വെച്ചുള്ളൂ, ഞാനത് രണ്ടാക്കി. എല്ലാത്തിലും ഒരു റിച്ച്നെസ് ഇരിക്കട്ടെ. നിന്നെ കാണാതായി എന്നുള്ള പരസ്യം പത്രത്തിലും ടിവിയിലും വരേണ്ട താമസമേ ഉള്ളൂ. ആ രണ്ടുപേര് പോലീസ് ചെന്ന് പറഞ്ഞോളും. ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തതും ഒരുമിച്ച് ഇഡ്ഡലി തന്നതും ഇത്രയും കേട്ടത് കഥ. ഇനി സംഭവിക്കാൻ പോകുന്നത് സത്യം. നിനക്കുള്ള ഒറിജിനൽ ടിക്കറ്റ് ഞാനെടുത്ത് വേറെ വെച്ചിട്ടുണ്ട്, പരലോകത്തേക്ക്. അവിടെ നീ തനിച്ചു പോയേ പറ്റൂ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അത് പ്രകൃതി നിയമമാണ്. എതിരാളി നിസ്സഹായനാണെങ്കിൽ ദൈവം അതിന് മറ്റൊരാളെ നിയോഗിക്കും. നീ ക്രൂരമായി കൊന്നുകളഞ്ഞ ശേഖരമേനോന്റെ നിസ്സഹായരായ കുട്ടികൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചത് എന്നെയാണ്. സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദൻ, നിനക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഇടിക്ക് നിയമസാധുതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. ഹരി നിന്നെ ഇടിച്ചു കൊല്ലും. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യം തുറന്ന് പറയണ റാസ്കൽ. പറയടാ, എങ്ങനെ, എവിടെ വെച്ച് നീ ശേഖരം എന്നെ കൊന്നു? മിസ്റ്റർ മേനോൻ ഇവിടെ? വീട്ടിൽ പോയിരുന്നു. ഓഫീസിലും ക്ലബിലും ഒന്നും കണ്ടില്ല. അപ്പൊ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു, കുന്നത്തൂരിലെ റബ്ബർ ഫാക്ടറിയിലേക്ക്. പിന്നെ മേക്കുടി, മുള്ളൂർ പാടം, കൊച്ചി, വയനാട്, ഇവിടങ്ങളിലൊക്കെ പല സ്ഥാപനങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നിന്ന് തിരിയാൻ നേരമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേനോനൊരു കിഴവനായി പോയി. അല്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടിപ്പോ എത്ര വർഷമായി കാണും? അവസാനത്തെ കാഴ്ച എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഒരു കള്ളച്ചിരിയോടെ ഓഫീസിന്റെ ഗ്ലാസ് ഡോറിലൂടെ നോക്കി നിൽക്കുന്ന മേനോന്റെ മുഖം. ശിക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും നിങ്ങൾ വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി രക്ഷപ്പെട്ടിരുന്നു. കുട്ടികൃഷ്ണൻ അറിയാലോ, ഒരു ഇൻകം ടാക്സ് ഓഫീസർ എന്ന നിലയിൽ അന്ന് ഞാൻ ചെയ്തത് എന്റെ ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മൾ സഹപ്രവർത്തകരായിരുന്നു. മേനോൻ ആദർശവാദിയും ഞാൻ കറപ്റ്റഡും. ധാരാളം കള്ളപ്പണക്കാരെ വഴിവിട്ട് സഹായിച്ചപ്പോൾ എന്റെ കയ്യിൽ ഉണ്ടായി ഇത്തിരി ദമ്പിടി. മേനോനെ സഹിച്ചില്ല. എന്റെ ഒരേ ഒരു പെങ്ങളുടെ വിവാഹത്തിന്റെ തലേ ദിവസമാണ് നിങ്ങൾ എന്റെ വീട് റെയ്ഡ് ചെയ്യിച്ചത്. എനിക്ക് കിട്ടിയ നിർദ്ദേശം അതായിരുന്നു കുട്ടികൃഷ്ണൻ. പക്ഷേ എന്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങി. നീണ്ട 4 വർഷം ഉള്ളിൽ അപമാനത്തിന്റെ തീയുമായി ഞാൻ ജയിലിൽ കിടന്നു. താൻ എന്റെ മുമ്പിൽ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രതീക്ഷിച്ചതിലും അല്പം വൈകിയെന്ന് മാത്രം. അപേക്ഷയാണ്, ഇനിയെങ്കിലും എന്നെ എന്റെ മക്കളെ ഉപദ്രവിക്കരുത്. എന്റെ മകളുടെ കല്യാണം മുടങ്ങിപ്പോകുന്നതിന്റെ പിന്നില് കുട്ടികൃഷ്ണന്റെ പകയുണ്ടെന്ന് ആദ്യമൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ മനസ്സിലാക്കിയല്ലോ. എടോ മേന്നെ, ഒരു മനുഷ്യന്റെ വളർച്ചയിൽ അവന്റെ ശത്രുവിന് വലിയ ഒരു പങ്കുണ്ട്. ശത്രുക്കളെ വേദനിപ്പിക്കുന്നതിലൂടെയാണ് ഇന്ന് എന്റെ നിലനിൽപ്പ്. ചിലർക്ക് ക്രിക്കറ്റ്, ചിലർക്ക് ഫുട്ബോൾ, മറ്റു ചിലർക്ക് സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ എനിക്കിപ്പോഴുള്ള ഹോബികളിൽ ഒന്നാ തന്നോടുള്ള പക. പ്ലീസ് കുട്ടികൃഷ്ണൻ, ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എതിരാളിയല്ല. ദയവേത് ഒന്നും അറിയാത്ത എന്റെ മക്കളെ കണ്ണീര് ഒളിപ്പിക്കരുത്. മക്കള് കണ്ണീര് കുടിച്ചാലേ തന്റെ നാശം പൂർണ്ണമാകൂ. അയ്യോ, മൃഗങ്ങളെ എനിക്ക് സ്നേഹമാണ്. അതുകൊണ്ട് നിന്നെ മൃഗമെന്ന് ഞാൻ വിളിക്കില്ല. മനുഷ്യവും മൃഗവുമല്ലാത്ത നിന്നെ പോലെയുള്ള ജന്തുക്കൾക്ക് വേറെ പേര് കണ്ടെത്തണം. നെട്രാകായി സത്യത്തിൽ എല്ലാം ഒരു നിയോഗം തന്നെ. ഞാൻ സസ്പെൻഷനിലാവുക, ഹരി എന്നെ കാണാൻ വരിക. എന്തായാലും കുറെ പേരുടെ വീർപ്പുമുട്ടലിനൊരു അവസാനം ഉണ്ടാക്കാനെങ്കിലും കഴിഞ്ഞല്ലോ. എല്ലാത്തിന്റെ ഒടുവിൽ
ഒരു വേദന സ്ഥിരീകരിക്കപ്പെടുക മാത്രമല്ലേ ചെയ്തുള്ളൂ. അതെ, അതാണ് സങ്കടം. ഞാൻ പോവാണ് ഹരി. മനസ്സ് കുറച്ചുകൂടെ പാകമായിരിക്കുന്നു. എന്റെ ഈഗോ മാറ്റിവെച്ച് ഡിവൈഎസ്പിയോട് ഞാൻ ക്ഷമയോദിക്കും. വീണ്ടും ജോലി പ്രവേശിക്കും.